സുവിശേഷ ഭാഷ്യം അൽമായ വീക്ഷണത്തിൽ 2025 ജൂലൈ 3 ദുഃഖ്രാന തിരുനാൾ. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 8 മുതൽ 17 വരെ വാക്യങ്ങൾ. സുഭാഷിതങ്ങൾ അധ്യായം 4 വാക്യങ്ങൾ 10 മുതൽ 18 വരെ. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 19 മുതൽ 22 വരെ വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 20 വാക്യങ്ങൾ 24 മുതൽ 29 വരെ. കർത്താവിനെ തൊട്ടവൻ. രചന ടോം അലക്സ്. ആഖ്യാനം രജൻ ജോർജ്. ഇന്നിൻ്റെ ഓർമ്മപ്പെടുത്തൽ. ഭാരതത്തിൻ്റെ അപ്പസ്തോലനും നമ്മുടെ പിതാവുമായ തോമാശ്ലീഹായുടെ രക്തസാക്ഷിത്വ മൃത്തികയിലേക്കുള്ള ഒരു തീർത്ഥയാത്രയാണ് ഇന്ന്. ഈ യാത്ര നമ്മുടെ വിശ്വാസ ജീവിതത്തിന് വേരുബലം വർദ്ധിപ്പിക്കുകയും പൈതൃകമായുള്ള വിശ്വാസത്തിൻ്റെ ഉടമസ്ഥർ എന്ന ചിന്തകൾക്ക് ചാമരം വീശുകയും ചെയ്തേക്കാം. അതിനുമപ്പുറത്തേക്ക് നാം ജീവിക്കുന്ന ഇന്നുകളുടെ ഇടവഴികളിലും ചെറുവഴികളിലും തീക്ഷ്ണ വിശ്വാസത്തിൻ്റെ ഒരു ഞെക്ക് വിളക്കായി വർത്തിക്കാനാകുമോ എന്ന ചോദ്യം പ്രസക്തമാക്കുന്നിടത്താണ് ജൂലൈ 3 ദീർഘദർശിത കുടികൊള്ളുന്നത്. ശീതീകരിച്ച പ്രാർത്ഥനാലയങ്ങളിലിരുന്ന് വിശ്വാസം ഏറ്റുപറയുകയും തിരക്കേറിയ ജീവിതയാത്രകളിൽ നിന്ന് ഏതാനും നിമിഷങ്ങൾ അവധിയെടുത്ത് ദേവാലയ ശുശ്രൂഷകളിൽ പങ്കുപറ്റുകയും വഴി ഉള്ളിൽ പതഞ്ഞു പൊന്തുന്ന തോമാശ്ലീഹായുടെ ശിഷ്യരെന്ന സ്വാർജിത ചിന്തകൾക്ക് പുനർനിർവചനം എന്ന മൂല്യപ്പെടുത്തലും ഇന്ന് ഉൾച്ചേർക്കപ്പെടണം. പറുദീസാനുഭവത്തിനും അതിരുകൾ. ഹവിലയെ ചുറ്റിയൊഴുകുന്ന പിഷോൺ. കുഷ് എന്ന നാടിനെ നനയ്ക്കാൻ ഗീഹോൺ. അസീറിയയുടെ മണ്ണിനെ സമൃദ്ധമാക്കാൻ ടൈഗ്രീസ്, പിന്നെ യൂഫ്രട്ടീസും. സമ്പൽ സമൃദ്ധമായ ഒരു ആവാസ വ്യവസ്ഥ ഒരുക്കിയാണ് ദൈവമായ കർത്താവ് മനുഷ്യനെ പറുദീസയിൽ താമസിപ്പിച്ചത്. സർവ്വ സുഖസൗകര്യങ്ങൾക്ക് മധ്യേയും ചില നിയന്ത്രണങ്ങളും ദൈവം മനുഷ്യന് നൽകിയിരുന്നു. ഒരുക്കപ്പെട്ടിട്ടുള്ളതെല്ലാം ആസ്വദിക്കാനും അനുഭവിക്കാനും ഉള്ളതല്ലെന്ന മുന്നറിയിപ്പ്. പറുദീസ അനുഭവത്തിന് ചില അതിരുകളും അനിവാര്യമാണെന്ന് ദൈവം മനുഷ്യനെ ഓർമ്മപ്പെടുത്തി. സമാനമായ സമൃദ്ധികൾ ഇന്ന് നമുക്കും പ്രാപ്യമാണ്. ഒരുപക്ഷെ ശരാശരി മനുഷ്യബുദ്ധിക്ക് ചിന്തിച്ചുകൂട്ടാൻ പറ്റുന്നതിനപ്പുറത്തേക്ക് സുഖസൗകര്യങ്ങളും ചേർന്നുള്ള ജീവിത സാഹചര്യങ്ങളും വളർന്നു. ഓർമ്മപ്പെടുത്തലുകളും മുന്നറിയിപ്പുകളും അന്നും ഇന്നും ഒന്നു തന്നെ. സുഭാഷിതങ്ങളിലേക്ക് വരുമ്പോൾ കുറെ കൂടി തീക്ഷ്ണതയോടെ ചില ഓർമ്മപ്പെടുത്തലുകൾ നമ്മുടെ മുൻപിൽ വിവൃതമാക്കപ്പെടുന്നുണ്ട്. അരുതുകളുടെ ഒരു പട്ടിക തന്നെ നമുക്കായി ദൃശ്യപ്പെടുത്തിക്കൊണ്ട് പൂർവാന്നത്തിലെ വെയിൽ പോലെ പ്രകാശം വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങളും പ്രതിപാദ്യ വിഷയങ്ങളാകുന്നു. വലിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ പ്രദർശിപ്പിച്ചിരിക്കുന്ന പടുകൂറ്റൻ ബോർഡുകൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരു ഭാഗത്ത് ഒരുക്കപ്പെട്ടിരിക്കുന്ന സൗകര്യങ്ങൾ, മറുഭാഗത്ത് പാലിക്കപ്പെടേണ്ട നിയമങ്ങളും. ഇവ രണ്ടും കൂടി ചേർത്ത് വായിക്കുകയും തദനുസൃതമായി പ്രവർത്തിക്കുകയും ചെയ്താൽ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ സുഖാനുഭവങ്ങൾ സുനിശ്ചിതം. മനുഷ്യജീവിതങ്ങളും സമാനം തന്നെ. പഴയ നിയമ വായനകളിലൂടെ നമ്മെ ഒരുക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്തതിന് ശേഷമാണ് സഭാമാതാവ് നമ്മളെ തിരുവചന ഭാഗത്തേക്ക് ക്ഷണിക്കുന്നത്. ശിഷ്യന്മാരുടെ തിരഞ്ഞെടുപ്പ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 12 മുതൽ 16 വരെ വാക്യങ്ങളിൽ യേശു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. തന്നോടൊപ്പം ആയിരിക്കുവാൻ അവിടുന്ന് ശിഷ്യന്മാരായി തിരഞ്ഞെടുത്തത് സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരെ ആയിരുന്നു. തൻ്റെ പരസ്യ ജീവിതകാലത്ത് യേശു ചെയ്തത് മുഴുവൻ പഠിപ്പിക്കലായിരുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യങ്ങളും വഴി അവിടുന്ന് പഠിപ്പിച്ചു. സാക്ഷികളും സഹയാത്രികരുമായി തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരും. ഈ ഗണത്തിൽപ്പെട്ട ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസിൻ്റെ വിശ്വാസ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട തിരുവചന ഭാഗങ്ങളാണ് ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായി സഭാമാതാവ് നൽകുന്നത്. തൻ്റെ ഗുരുവും നാഥനുമായ യേശുവിൻ്റെ സാന്നിധ്യം
നേരിട്ട് അനുഭവിച്ചാൽ മാത്രമേ അവൻ ഉദ്ധിതനായി എന്ന് താൻ വിശ്വസിക്കൂ എന്ന തോമാസ് ലീഹായുടെ നിലപാട്. കർത്താവ് തൊട്ടവരും കർത്താവിനെ തൊട്ടവരും. വിശുദ്ധ ഗ്രന്ഥത്തിൽ യേശു തൊട്ട് സുഖപ്പെടുത്തിയ അനേകരെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. കുഷ്ഠരോഗി, പിശാച് ബാധിതൻ, അന്ധനായ യാചകൻ, മരിച്ച ബാലിക, ഇങ്ങനെ നിരവധി പേരെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ യേശുവിനെ സ്പർശിച്ചവനായി നാം കാണുന്നത് തോമസിനെ മാത്രം. യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ തൊട്ട് സൗഖ്യം നേടിയ രക്തസ്രാവക്കാരി സ്ത്രീയും നമ്മുടെ മുൻപിലുണ്ട്. എന്നാൽ കർത്താവിൻ്റെ ആണിപ്പാടുകളിൽ തൊട്ട് കർത്താവിനെ അനുഭവിച്ചത് തോമസ് മാത്രം. ആ സ്പർശനം വഴിതെളിച്ചത് വലിയ ഒരു വിശ്വാസ പ്രഖ്യാപനത്തിലേക്കാണ്. കർത്താവിനെ തൊട്ട മാത്രയിൽ തോമസ് തിരിച്ചറിഞ്ഞു കർത്താവ് തൻ്റേതാണ്, തൻ്റേത് മാത്രമെന്ന്. തുടർന്ന് തോമസിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉറവയെടുത്ത ആ മനോഹര പദസഞ്ചയം ഇന്നും അനേകർക്ക് കർത്താവ് തൻ്റെ സ്വന്തമെന്ന് ഏറ്റുപറയുവാൻ പ്രചോദനമേകുന്നു. ഇന്നിൻ്റെ വെല്ലുവിളികൾ. പ്രസക്തമായ ചോദ്യം ഇതാണ്: എനിക്ക്, നിങ്ങൾക്ക് യേശുവിനെ ഒന്ന് തൊടാൻ സാധിക്കുന്നുണ്ടോ? അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും അടയാളങ്ങളിലൂടെ നമ്മെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തെ നമുക്കിഷ്ടമാണ്. എന്നാൽ പ്രക്ഷുബ്ധമായ ജീവിത സാഹചര്യങ്ങളുടെ മധ്യേ ചോദ്യം ചെയ്യപ്പെടുന്ന നമ്മുടെ വിശ്വാസം, സുഖമായി ഒഴുകുന്ന നമ്മുടെ ജീവിത നൗകയിൽ ഒരു നാൾ വിള്ളലുണ്ടായി മുങ്ങിത്താഴുമ്പോൾ പകച്ചു നിന്ന് എവിടെ എൻ്റെ കർത്താവും എൻ്റെ നാഥനും എന്ന് ഉള്ളുലഞ്ഞു ചോദിക്കുന്ന നിമിഷങ്ങൾ, പ്രതീക്ഷകളുടെ പൊന്നാപുരം കോട്ടകെട്ടി വളർത്തി വലുതാക്കുന്ന മക്കൾ വഴിതെറ്റുമ്പോൾ നിറഞ്ഞ നയനങ്ങളും പൊട്ടിയ ഇടനെഞ്ചുമായി എൻ്റെ കർത്താവെ എന്നെ കൈവിട്ടോ എന്ന് തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ ചോദിക്കുന്ന നേരങ്ങൾ, സുഖസംതൃപ്തമായ ജീവിതവേളകളിൽ, അലലില്ലാത്ത ദിവസങ്ങളിൽ ദൈവിക സാന്നിധ്യം ഹൃദയം കൊണ്ട് അനുഭവിച്ചറിഞ്ഞവരാണ് നമ്മൾ. ദൈവകൃപയാൽ എല്ലാം ഭംഗിയായി പോകുന്നു എന്ന ആത്മസന്തോഷം അനേകരോട് പങ്കുവയ്ക്കുന്നവരാണ് നമ്മൾ. അവരൻ്റെ ദുഃഖദുരിതങ്ങളിൽ ദൈവിക ഇടപെടൽ ആത്മാർത്ഥമായി ആശംസിക്കുന്നവരുമാണ് നമ്മൾ. എങ്കിലും ചില നേരങ്ങളിൽ, ചില നിമിഷങ്ങളിൽ നമ്മളും ആത്മഗതപ്പെടുന്നു, അല്ലെങ്കിൽ ഷഠിക്കുന്നു. എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ ഇടപെടുന്ന കർത്താവിനെ കണ്ടാലല്ലാതെ ഞാൻ അവനിൽ വിശ്വസിക്കുകയില്ല. ഇവിടെയൊക്കെയാണ് കർത്താവിനെ തൊട്ട് അവനെ സ്വന്തമാക്കുന്ന അനുഭവം നമ്മുടെ വിശ്വാസത്തിന് കരുത്ത് പകരുന്നത്. തോമാസ് ലീഹായെപ്പോലെ കർത്താവിനെ സ്വന്തമാക്കി ദൈവാശ്രയത്തിൽ അചഞ്ചലരായി നിലകൊള്ളാൻ നമുക്കാകണം. കൺമുന്നിൽ നീ ഇല്ലെങ്കിലും വിശ്വാസത്താലെ കാണുന്നിതാ എന്ന ഗാനവരികൾ പോലെ വിശ്വാസത്തിൽ അടിയുറച്ച് മുന്നേറുവാൻ നമുക്കാവണം. പുതുതലമുറയോട് എന്ത് പറയണം? അതിവേഗം ബഹുദൂരം ഓടുന്ന ഒരു തലമുറയാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ളത്. അവരിലേക്ക് ഒരു വിശ്വാസ കൈമാറ്റം എന്ന ഭാരിച്ച ഉത്തരവാദിത്വം എൻ്റേതാണ്, നിങ്ങളുടേതാണ്, നമ്മുടേതാണ്. യുഗാന്ത്യം വരെ ഒപ്പമുണ്ടാകുമെന്ന വാഗ്ദാനം നൽകി സഭയെ സ്ഥാപിച്ചവൻ നമ്മോട് ആവശ്യപ്പെടുന്നതും ഈ വിശ്വാസ കൈമാറ്റമാണ്. ഗോഡ് യൂസേഴ്സ് എന്നതിൽ നിന്ന് ഗോഡ് ലവേഴ്സ് ആക്കി അവരെ മാറ്റാൻ നമുക്കാവണം. കർത്താവിനെ സ്പർശിക്കാൻ അവരെ പ്രചോദിപ്പിക്കണം. പറുദീസകൾ അനുഭവവേദ്യമാകണമെങ്കിൽ ചില നിയന്ത്രണങ്ങൾ അനിവാര്യമാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാം. പൂർവാന്നത്തിലെ വെയിൽ പോലെ പ്രഭ ചൊരിയാൻ ചില അരുതുകൾ കൂടിയേ തീരൂ എന്ന് അവരോട് മന്ത്രിക്കാം. ജീവിതയാത്രകൾ സന്തോഷ സന്താപ മിശ്രിതങ്ങളാണെന്നും ഉയർച്ച താഴ്ചകൾ ഏവരുടെയും ജീവിതങ്ങളുടെ സന്തത സഹചാരികളാണെന്നും അവർ തിരിച്ചറിയട്ടെ. പ്രതിസന്ധികളും പ്രയാസങ്ങളും വിശ്വാസം ത്യജിക്കാനും സഭാത്മകവും കൗദാശികവുമായ ജീവിത മാർഗങ്ങളിൽ നിന്ന് ഓടി അകലാനുമുള്ള പ്രേരണകളല്ലെന്നും മറിച്ച് വിശ്വാസം ആഴത്തിൽ പ്രഖ്യാപിക്കാനും ദൈവിക സാന്നിധ്യം അനുഭവിക്കാനുമുള്ള സാധ്യതകളാണെന്നും അവർ മനസ്സിലാക്കട്ടെ. വെള്ളത്തിന് മീതെ നടന്നവനും അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോറ്റിയവനുമായ യേശു കാര്യസാധ്യത്തിനുള്ള ഒരു പേരായി പരിണമിച്ചുകൂടാ. മറിച്ച് ഒരു സ്പർശനാനുഭവത്തിലൂടെ കർത്താവിൻ്റെ സ്വന്തമാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനുള്ള വിശ്വാസ തീക്ഷ്ണതയിലേക്ക് അവർ നടന്നെടുക്കട്ടെ.
സഭയും സഭാ ശുശ്രൂഷകളും സഭാമക്കളുമൊക്കെ ഈ വിധ ചിന്തകളിലൂടെ മുന്നേറണമെന്നല്ലാതെ മറ്റെന്ത് സന്ദേശമാണ് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ഏറ്റുപറഞ്ഞ തോമാശ്ലീഹ നമുക്ക് നൽകുന്നത്? ദുഃഖ്രാന തിരുനാളിൻ്റെ ആശംസകൾ എല്ലാവർക്കും കൈമാറുന്നു. സഭയും സഭാ ശുശ്രൂഷകളും വിശുദ്ധ കുദാശകളുമൊക്കെ വിവിധ തലങ്ങളിൽ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന നാളുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ പിതാവായ തോമാശ്ലീഹായുടെ മാധ്യസ്ഥം സദാ നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. നിങ്ങളോടും പരശതം വിശ്വാസികളോടും ചേർന്ന് ഞാനും ഏറ്റുപറയുന്നു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. സുവിശേഷ ഭാഷ്യം അൽമായ വീക്ഷണത്തിൽ 2025 ജൂലൈ 3 ദുഃഖ്രാന തിരുനാൾ. കർത്താവിനെ തൊട്ടവൻ. രചന ടോം അലക്സ്. ആഖ്യാനം റജിൻ ജോർജ്.